നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 2 കോടിയിൽ പരം രൂപയുടെ വജ്രം പിടിച്ചെടുത്തു. എയർ ഏഷ്യ വിമാനത്തിൽ ബാങ്കോക്കിലേക്ക് പോകാനെത്തിയ മലപ്പുറം സ്വദേശിയുടെ പക്കൽ നിന്നുമാണ് DRI വജ്രം പിടികൂടിയത്. റിയ ബേബിയുണ്ട്. റിയ, ഇയാളൊറ്റയ്ക്കാണോ? ഇയാളുടെ പശ്ചാത്തലം എന്താണ്? മറ്റു വിവരങ്ങൾ എന്താണ്? ഇത്തരത്തിൽ വജ്രക്കടത്ത് സാധാരണ നിലയിൽ നടക്കാറുള്ളതാണോ? നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഇത് അതായത് കൂടുതൽ സമയങ്ങളിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ സ്വർണ്ണ കേസുകളും അതോടൊപ്പം തന്നെ വില കൂടിയ ആഭരണങ്ങളും മറ്റുമുള്ള കേസുകൾ പിടികൂടുന്ന സംഭവം എയർപോർട്ടിൽ ഇതിനു മുന്നേയും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ 2 കോടി രൂപ വില വരുന്ന വജ്രം ഈ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. ഈ എയർ ഏഷ്യ വിമാനത്തിൽ ബാങ്കോക്കിലേക്ക് പോകാനെത്തിയ മലപ്പുറം സ്വദേശിയാണ് ഈ വജ്രവുമായി DRIയുടെ പിടിയായത്. ഒരു രഹസ്യ വിവരമുണ്ടായിരുന്നു DRIക്ക്. അതുകൊണ്ട് തന്നെ യാത്രക്കാരെ വിശദമായി പരിശോധന നടത്തി. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ യാത്രക്കാരന്റെ ബാഗിനകത്ത് ഈ വജ്രം കണ്ടെത്തിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ഇത് ആരെത്തിച്ചു, എവിടേക്ക്, ആർക്ക് കൈമാറാനുള്ള നീക്കമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ മറ്റിടനിലക്കാരുണ്ടോ, സാമ്പത്തിക ലാഭം അടക്കമുള്ള കാര്യങ്ങളാണ് DRI പരിശോധിച്ചു വരുന്നത്. എന്തായാലും 2 കോടി രൂപയുടെ വജ്രമായാണ് മലപ്പുറം സ്വദേശി വിമാനത്താവളത്തിൽ പിടിയിലാകുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് വജ്രം പിടികൂടി റിയ ബേബിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.